ഈ ഓട്ടോമാറ്റിക് കാറുകൾ ഇപ്പോഴും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ പറയുകയാണ്. ഇതിനെക്കുറിച്ച് അറിയാവുന്നൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇതിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൻ്റെ ബ്രേക്ക് പെഡലാണ് ഈ കാണുന്നത്. ഇത് ആക്സിലേറ്റർ പെഡലാണ്. ലെഫ്റ്റ് സൈഡിൽ ക്ലച്ച് പെഡൽ എന്നൊന്ന് ഇല്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഗിയർ നോബിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗിയർ നോബ് കാണാം. അതിനിവിടെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചിൽ ഞെക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഗിയർ പാർക്കിങ്ങിൽ, അതായത് പി എന്ന് പറയുന്ന പാർക്കിങ്ങിൽ നിന്ന് ഡ്രൈവിലേക്ക് വരാനായിട്ട്. സ്വിച്ച് ഞെക്കി പിടിച്ചതിന് ശേഷം മാത്രമേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഗിയർ നോബ്. അപ്പോൾ ഇത് പി പാർക്കിംഗ് ആണ്, ഇത് റിവേഴ്സാണ്, എൻ ന്യൂട്രലാണ്, ഇത് ഡി ഡ്രൈവാണ്. ശേഷം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാർക്കിങ്ങിൽ, അതായത് പിയിൽ കിടക്കുന്ന ഈ ഗിയർ നോബിനെ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡി ഡ്രൈവിലേക്ക് കൊണ്ടുപോകും. ശേഷം നമുക്കിവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ശേഷം നമുക്ക് ഈ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുന്നതിനനുസരിച്ച് ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ പൊതുവേ മുന്നോട്ട് കുതിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആക്സിലേറ്റർ കാല് വെച്ച് മുന്നോട്ട് പോയാൽ മതിയാവും. ഇതിപ്പോൾ ക്ലച്ച് ചവിട്ടി നമ്മൾ ഗിയർ മാറണമെന്നുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. സാധാരണ നമ്മുടെ വാഹനങ്ങൾ ഓടിക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ, ബൈ.